വചനം അവർ പ്രേമഗീതം പോലെ കേൾക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടി വന്നിരിക്കുന്നവർ ആരായിരുന്നാലും ഇങ്ങനെയൊരു അപകടം നമ്മെ സംബന്ധിച്ച് ദൈവം പറയാതിരിപ്പാൻ വിശേഷാൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആകയാൽ നാം ശക്തമായ ദർശനം പ്രാപിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ അപ്പോസ്തലൻ ഈ ദർശനം കാണും. 2 ദർശനം കണ്ട ദിവസം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും 9-ാം വാക്യത്തിലുണ്ട്. കർത്തൃദിവസം എന്ന് വായിക്കുന്നു. ഈ കർത്തൃദിവസത്തെ സംബന്ധിച്ച് 2 അഭിപ്രായങ്ങൾ വേദപണ്ഡിതാക്കളുടെ നടുവിലുണ്ട്. അതിലൊന്ന് 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ നീണ്ടു നിൽക്കുന്ന മഹോപദ്രവ കാലഘട്ടത്തെ ഉദ്ദേശിച്ചാണ് അവിടെ കർത്തൃദിവസം എന്ന് പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ ദിവസമെന്നും പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസമെന്നും ആ ദിവസങ്ങളെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മഹോപദ്രവ കാലത്തുള്ള യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം അല്ലെങ്കിൽ കർത്താവിന്റെ ദിവസമാണ് ഇവിടെ കർത്തൃദിവസം എന്നുദ്ദേശിക്കുന്നത് എന്നൊരു ചിന്തയുണ്ട്. കാരണം ആ ഒരു കാലഘട്ടത്തിലേക്ക് യോഹന്നാൻ അപ്പോസ്തലനെ ദൈവാത്മാവ് നയിച്ചു എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ അനേക ദൈവദാസന്മാരും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ മധ്യത്തിൽ കറതീർന്ന പ്രവചന പണ്ഡിതനായ ഡോക്ടർ OM ശൗമേൽ സാറ് പോലും അങ്ങനെ ചിന്തിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കർത്തൃദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് 24 മണിക്കൂറുള്ള ആ കർത്തൃദിവസമാണ്. നാം കർത്തൃദിവസത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ആ കർത്തൃദിവസത്തെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്ന് തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 7-ാം വാക്യത്തിലും 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിലും അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലും ഇങ്ങനെ ഈ അധ്യായങ്ങളിലും ഈ പുസ്തകങ്ങളിലുമായിട്ടൊക്കെ കർത്തൃദിവസത്തെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ഈ ദർശനം കണ്ടത് ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ കർത്തൃദിവസമാണ്. കർത്തൃദിവസത്തിന് പലതുകൊണ്ടും പ്രാധാന്യമുണ്ട്. ദൈവജനം ഒന്നിച്ചുകൂടി ദൈവത്തെ അപ്പം നുറുക്കി കർത്താവിന്റെ മരണത്തെ പ്രസ്താവിച്ച് ആരാധിക്കുവാൻ കൂടി വരുന്ന ദിവസവും ഈ കർത്തൃദിവസമാണ്. എന്തുകൊണ്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കർത്തൃദിവസം എന്ന് പറയുവാൻ കാരണം? എന്തുകൊണ്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഈ ദിവസമായി ദൈവജനം തെരഞ്ഞെടുത്തിരിക്കുന്നു? അതിന് പ്രധാനമായി 3 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, നാം അറിയുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ ദിവസമാണ്. അത് ഞാൻ വിവരിക്കുവാൻ ആവശ്യമില്ല. 2ാമത്തെ കാരണം, പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് അവരോഹണം നടത്തിയ ദിവസമാണ് ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. 3ാമത്തെ കാരണം, ദൈവസഭ ഭൂമിയിൽ സ്ഥാപിതമായ ദിവസമാണ് ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. അങ്ങനെ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റതിനാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് അവരോഹണം നടത്തിയതിനാലും ദൈവസഭ സ്ഥാപിക്കപ്പെട്ടതിനാലും ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എല്ലാം കൊണ്ടും ദൈവജനത്തെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ആ കർത്തൃദിവസമാണ് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ വെച്ച് ഈ മഹത്വമേറിയ ദർശനം വീക്ഷിക്കുന്നത്. ഇനി 3ാമത് ഈ ദർശനം കണ്ട സന്ദർഭം എന്താണ്? അതും ആ 9ഉം 10ഉം വാക്യങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാ: ഈ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അപ്പോൾ ദർശനം കണ്ട സന്ദർഭത്തെക്കുറിച്ച് അവിടെ പറയുന്നത് യോഹന്നാൻ അപ്പോസ്തലൻ ആത്മവിവശനായപ്പോഴാണ്. എന്താണ് ഈ ആത്മവിവശത എന്ന് പറയുന്നത്? പലരും ചിന്തിക്കുന്നത് ബോധമില്ലാതാകുകയാണ്. ആത്മവിവശത സമം ബോധം നഷ്ടപ്പെടുക, ബോധമില്ലാതാകുക. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നവർ ഈ പന്തലിന്റെ ഉള്ളിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മവിവശത എന്ന് പറഞ്ഞാൽ ആത്മാവിലാകുക. ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിയന്ത്രണത്തിലാകുക. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ ആത്മാവിന്റെ നിറവിലാകുക. അപ്പോൾ ആത്മവിവശത സമം ആത്മാവിലാകുക, ആത്മനിയന്ത്രണത്തിലാകുക, ആത്മനിറവിലാകുക.
അങ്ങനെയുള്ള ഒരു ക്രിസ്തുഭക്തന് മാത്രമേ മഹത്വമേറിയ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനമുണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടത്, ദൈവജനത്തിന് ക്രിസ്തുവിന്റെ മഹത്വത്തെ ദർശിക്കുവാൻ കഴിയാത്തതിന്റെ കാരണമെന്ന് പറയുന്നത് ആത്മാവിലാകുവാൻ, ആത്മാവിനെ നിയന്ത്രിക്കപ്പെടുവാൻ ദൈവജനത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ആധികാരികമായി നാം പഠിക്കുന്നത് പോലെയും പഠിപ്പിക്കുന്നത് പോലെയും വേറൊരു സമൂഹം ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മ അച്ചാരം, പരിശുദ്ധാത്മാ അധിവാസം, ഇതെല്ലാം നമുക്ക് ഒരിക്കൽ എന്നേക്കുമായി ലഭിക്കുന്നുവെന്നാണല്ലോ നാം പഠിപ്പിക്കുന്നത്. അത് 100% ശരിയാ. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരികയും ദൈവാത്മാവിന്റെ അഭിഷേകത്താൽ രാജാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ആയിത്തീർന്നവരുമായി നാം മനസ്സോടെയോ അല്ലാതെയോ മറന്നുപോകുന്ന ഒരു വസ്തുതയുണ്ട് ഒരാത്മനിറവിൻ ജീവിതത്തെ സംബന്ധിച്ച്. ഞാൻ അതിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ ദൈവദാസന്മാർ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ സ്വന്തം ഭവനത്തിൽ പാർക്കുന്നതിനേക്കാൾ അധികവും മറ്റു ഭവനങ്ങളിലാണ് പാർക്കുന്നത്. അത് ഭാഗ്യമോ നിർഭാഗ്യമോ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോ വീടുകളിൽ മാറി മാറി താമസിക്കുമ്പോൾ ചെല്ലുന്ന പാടെ തന്നെ ഞങ്ങളുടെ പെട്ടി വാങ്ങിച്ച് ഞങ്ങളെ കിടത്തുവാനുള്ള, താമസിപ്പിക്കുവാനുള്ള മുറിയിൽ വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ പറയും, ഇതാണ് ബ്രദറിന്റെ മുറി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്രദറിന്റെ മുറി, ഈ മുറി വിട്ട് വേറെ എങ്ങും പോകരുത് എന്നായിരിക്കാം അതിന്റെ അർത്ഥം. എന്തുമാകട്ടെ, എന്നിട്ട് ഇങ്ങനെയും കൂടെ പറയും, ബ്രദർ ഇവിടുത്തെ അതിഥിയല്ല, എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമായി ചോദിക്കാം. അതും ഒരു ഭംഗിവാക്കാം. കാര്യം അതിഥിയാണോ അല്ലയോ എന്നറിയണമെങ്കിൽ ഞായറാഴ്ചത്തെ ആരാധനയോടും കഴിഞ്ഞ് അവിടെ തങ്ങാനുള്ള സാധ്യത നാം വരുത്തുന്നെങ്കിൽ അപ്പോഴറിയാം അതിഥിയാണോ അല്ലയോ. അപ്പൊ ചോദിക്കും, ബ്രദർ പോകുന്നില്ലേ? അപ്പോൾ അതിഥിയല്ലെന്നുള്ളത് വളരെ ശരിയാണ്. അപ്പോൾ അതിഥിയാണെന്നുള്ളത് വളരെ ശരിയാണ്. അപ്പോൾ അങ്ങനെ അതിഥിയായി ആ മുറിയിൽ പാർക്കുകയാണ്. ഇന്ന് രാത്രി നാം മനസ്സിലാക്കേണ്ടത്, ഒരതിഥിക്ക് ഒരു വീട്ടിൽ അതിൻ്റെതായ പരിമിതികളുണ്ട്. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മുറി വിട്ടിട്ട് അവരുടെ പ്രത്യേകമായ മുറികളിൽ, അവരുടെ ബെഡ്റൂമുകളിൽ, അവരുടെ പ്രൈവറ്റ് റൂമുകളിൽ കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല, അതിഥികൾക്കില്ല, ഇന്നുവരെ പോയിട്ടുമില്ല, ദൈവത്തിന്റെ കൃപയാൽ. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, അതിഥിക്ക് ഒരു വീട്ടിൽ ചെന്നാൽ അതിന്റെ പരിമിതിയുണ്ട്, അതിന്റെ പരിധിയുണ്ട്. എന്നാൽ അവിടെ ഒരു ഗ്രഹനാഥനുണ്ട്. ആ ഗ്രഹനാഥന് ആ വീട്ടിൽ യാതൊരു പരിമിതിയുമില്ല. ആ വീടിന്റെ എല്ലാ മുറികളിലും സർവ്വ സ്വാതന്ത്ര്യമായി ആ ഗ്രഹനാഥന് കയറിയിറങ്ങാൻ പ്രവർത്തിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോട് നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മിലേക്ക് പിതാവായ ദൈവം ദാനമായി പകർന്നു തന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മുടെ ഹൃദയത്തിൽ ഒരതിഥിയെ പോലെയാണോ ജീവിക്കുന്നത്, ആതിഥേയനെ പോലെയാണോ ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുടകളിലും, കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ, സംസാര മണ്ഡലത്തിൽ, പ്രവർത്തന മണ്ഡലത്തിൽ സർവ്വ സ്വാതന്ത്ര്യമായി പ്രവർത്തിപ്പാനും നമ്മളിൽ അധികാരം നടത്തുവാനും നമ്മളെ നിയന്ത്രിക്കുവാനുമുള്ള ഒരു വ്യക്തിയായിട്ടാണോ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ ദർശനം കണ്ട സന്ദർഭത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ആത്മാവിലായപ്പോൾ, ആത്മാവിന്റെ നിയന്ത്രണത്തിലായപ്പോൾ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഏതൊരു ദൈവ പൈതലിനും അനിവാര്യമായിരിക്കുന്നത് ദൈവാത്മാവിന്റെ നിറവിന്റെ ജീവിതമാണ്. അതൊരു കൽപ്പനയാണ്. എഫേസ്യർ 5:18 മുതലുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഉത്കടമായ വാഞ്ച അതാകട്ടെ, കർത്താവേ, ശക്തമായൊരു ദർശനത്തിലേക്ക് 2011 നീ എനിക്ക് തരുന്നെങ്കിൽ അതിലേക്ക് നടത്തപ്പെടുവാൻ എന്റെ ഉള്ളിലേക്ക് തന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ എന്നെ നിയന്ത്രിക്കണമേ എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും നമുക്കുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, 143 സങ്കീർത്തനം 10 വാക്യത്തിലെ പ്രാർത്ഥന നമ്മുടെയും ദിവസം തോറുമുള്ള പ്രാർത്ഥനയാകട്ടെ. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനില തന്നെ നടത്തുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന
ഓരോ യുവതിയും യുവാവും, പ്രായമുള്ളവരും വൃദ്ധന്മാരും വൃദ്ധകളും സഹോദരനും സഹോദരിയും ദൈവദാസന്മാരായി ഞങ്ങളും ഉൾപ്പെടെ 2011 പദമൂന്നുവാൻ പോകുമ്പോൾ ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ശക്തമായൊരു ദർശനം അനുഭവിച്ചുകൊണ്ട് 11 ദൈവത്തിന്റെ കരങ്ങളിൽ ഉപകരിക്കുന്ന നല്ല ഉപകരണങ്ങളുമായി തീരുവാൻ കർത്താവേ ആത്മാവിനാൽ എന്നെ നിയന്ത്രിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആത്മാവിന്റെ നിയന്ത്രണത്തിലായ യോഹന്നാൻ അപ്പോസ്തലൻ ഈ ദർശനം കാണുകയാണ്. ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് വേഗത്തിൽ കടന്നു വരണമല്ലോ. നാലാമത് ഈ ദർശനത്തിന്റെ വിവരണമാണ്. ഈ ദർശനത്തിന്റെ വിവരണത്തെ സംബന്ധിച്ച് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഉണ്ടല്ലോ, എല്ലാവരും അത് തുറന്നു വെച്ചിരിക്കുകയാണല്ലോ. ആരെങ്കിലും ബൈബിൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവർക്കത് വലിയ അനുഗ്രഹമാ, പോകുമ്പോൾ കയ്യും വീശി പോകാമല്ലോ. എന്നാൽ അതുകൊണ്ട് ബൈബിൾ കയ്യിലുള്ളവര് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം ഒന്ന് നോക്കിയാട്ട് വിശേഷാൽ അതിന്റെ 13 മുതലുള്ള വേദവാക്യങ്ങളിൽ ഈ ദർശനത്തിന്റെ വിവരണങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദർശനത്തിന്റെ വിവരണത്തിൽ ഈ മഹത്വധാരിയായ ക്രിസ്തുവിനെ എങ്ങനെ കാണുന്നുവെന്ന് 13-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്തു പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇവിടെ കണ്ട ദർശനം ആരെ കുറിച്ചാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുവിനെ സംബന്ധിച്ചാണ്. മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു തന്റെ പരസ്യ ശുശ്രൂഷ രംഗത്ത് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിന് ലഭിച്ച പുത്രൻ എന്ന പേരിനോട് ചേർന്ന് 3 നാമങ്ങളുണ്ട്. നാം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൊന്ന് ദൈവപുത്രൻ, രണ്ടാമത് മനുഷ്യപുത്രൻ, മൂന്നാമത് ദാവീദ് പുത്രൻ എന്ന് വായിക്കുന്നുണ്ട്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ ദൈവത്വം. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ